അതൊരു നല്ല കാര്യമാണ്. അതായത് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ഫീച്ചറായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിസാൻ ഇന്ത്യയുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. മൈക്രോ ഉണ്ടായിരുന്നു, നിസാൻ സണ്ണി ഉണ്ട്, അല്ലെങ്കിൽ സണ്ണി ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു വണ്ടിയെന്ന് നിസാൻ മാഗ്നൈറ്റ് പറയാം. അതായത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ബുക്കിംഗ് നടന്നൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ടെസ്റ്റ് വീഡിയോ ഒക്കെ നോക്കി ചെയ്യാൻ വണ്ടി കിട്ടിയില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള എക്സൽ ടർബോ ആണ്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിൽ എല്ലാം സാധനം നമുക്ക് എക്സൽ ടർബോ വിശദമായി പരിചയപ്പെടാം. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് പൂണേക്കരയുള്ള രാജീവ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ്. പുള്ളി മ്യൂറൽ പെയിൻറ്റിങ്ങോ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പേജും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഓണൊക്കെ വരുന്നത് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതൊരു സഹായമാവും. എന്നാലും വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. ഈ എക്സൽ ടി ടർബോയുടെ ഫ്രണ്ടിൽ DRLO LED ലാമ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സാധാ ഹെലോജൻ ഹെഡ് ലാമ്പാണ്. കൂടാതെ DRLO സ്ഥാനത്തൊരു ക്രോം ഇൻസേർട്ട് കാണാം. ഇനി വലിയൊരു ബമ്പറാണ്. ബമ്പറിൻ്റെ താഴെയായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ വലിയ ഗ്രില്ലാണ്. ഗ്രില്ലിന് ചുറ്റും അല്ലെങ്കിൽ ഇരുവശത്തും ആ ഒരു ക്രോം ഇൻസേർട്ട് കാണാം. മനോഹരമായ ഗ്രില്ലാണെന്ന് പറയാം. അതിന് നല്ലതായിട്ട് നിസാൻ്റെ ലോഗോ കാണുന്നുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ വണ്ടി അങ്ങനെ ചോദിക്കുമ്പോൾ ഇത്ര ഡിമാൻഡ്? റിവ്യൂ ചെയ്തതിനായിട്ടാണ്. കാരണം നല്ല വണ്ടിയാണ്, നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് വണ്ടിയാണ്, അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്. പിന്നെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഈ ഒരു ബോണറ്റിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടില്ലേ, വലിയൊരു ഗ്ലാസ് ഏരിയ കാണാം. ആ ഗ്ലാസ് ഏരിയക്കകത്ത് ബ്ലാക്ക് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതായത് ഒരു ബ്ലാക്ക് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ടുള്ള ആ ഒരു സെക്കൻഡ് റൂഫിൽ നോക്കണ്ട, അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡലല്ല, അതുകൊണ്ട് തന്നെ അലോയ് വീൽസ് കാണില്ല, സാധാ സ്റ്റീൽ വീൽസാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ ആ ഒരു വീൽ കപ്പ് നല്ല മനോഹരമാണ്. ഇനി SUV-കളുടെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്, ബ്ലാക്ക് ക്ലാഡിങ് ഈ വണ്ടിക്ക് കാണാം. ഡോറിൻ്റെ മുകളിലും ആ ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളൊരു ചെറിയ ലെറ്ററിങ് കൂടെ കാണാം. പിയാനോ ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള മിററാണ്. അപ്പോൾ ഇതൊരു സിംഗിൾ കളർ വണ്ടിയാണ്. മുകൾ ഭാഗം ബ്ലാക്ക് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ മോഡൽ വണ്ടികൾ നിങ്ങൾ കണ്ടാവും. ഈ ഒരു സിംഗിൾ കളറിനും അതിൻ്റെ ഒരു ചാം ഉണ്ട് എന്നുള്ളതാണ്. ഇനി മാറ്റ് ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള AB പില്ലറുകൾ കാണാം. C പില്ലറിൽ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് പോലെ ഒരു ഭാഗം കൂടി കാണുന്നുണ്ട്. ഇനി ഇതിന് മുന്നിലും ഡിസ്ക് ബ്രേക്കുകളല്ല, മുന്നിൽ മാത്രം ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. കൂടാതെ ഈ ഒരു വീൽ സൈസ് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. വീലിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് നിസാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നല്ല കാര്യമാണത്. നിസാൻ മാഗ്നൈറ്റിൻ്റെ പിന്നിലെ ടെയിൽ ലാമ്പുകൾ മനോഹരമായ ടെയിൽ ലാമ്പുകളാണ്. അതായത് 2 യൂണിറ്റായിട്ട് വെച്ചിട്ടുള്ള ടെയിൽ ലാമ്പുകളാണ്. അപ്പോൾ ഇതും LED ഒന്നുമല്ല, സാധാ ലൈറ്റുകൾ തന്നെയാണ്. ഇനി മാഗ്നൈറ്റ് എന്നുള്ള ആ ഒരു വലിയ ലെറ്ററിങ് കാണാം. കൂടാതെ നിസാൻ ലോഗോ ഉണ്ട്. താഴെയായിട്ട് ടർബോ എന്നുള്ള ലോഗോ കൂടി കാണാം. ഇത് ടർബോ മോഡലാണ്, അതായത് എക്സൽ ടർബോ ആണ്. ബേസ് മോഡലല്ല, അതിന് തൊട്ട് മുകളിലുള്ള മോഡൽ. ഇനി ബമ്പറുകൾക്ക് 2-3 കളറുകളുണ്ട് കാണാം. അതായത് ഒരു ചെറിയ അലുമിനിയം ഇൻസേർട്ട് ഉണ്ട്, കൂടാതെ ഒരു റിഫ്ലക്ടറൊക്കെ കാണാം. ഇനി പാർക്കിംഗ് സെൻസേഴ്സ് ഈ വണ്ടിയുടെ ഭാഗമാണ്. ഈ ഒരു ഇൻബിൽഡ് സ്പോയിലർ കൂടി നിസാൻ മാഗ്നൈറ്റിൻ്റെ എക്സൽ ടർബോ ഒക്കെ ഉണ്ട്. അപ്പോൾ ബേസ് മോഡലാണ്, ഏറ്റവും വാല്യൂ ഫോർ മണി ആണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ടയർ സൈസിലോ അല്ലെങ്കിൽ പിന്നിലെ റിയർ വൈപ്പർ ഡിഫോഗറിലോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഒരു കോംപ്രമൈസിനും നിസാൻ തയ്യാറായിട്ടുള്ളത് നല്ല കാര്യമായിട്ട് പറയാം. ഇനി തുറന്നു കഴിയുമ്പോൾ വലിയൊരു ബൂട്ട് ഏരിയ ആണെന്ന് പറയാം. അത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ കാര്യമാണ്. കൂടാതെ ഈ ഒരു മാറ്റ് പൊക്കി കഴിയുമ്പോൾ സ്പെയർ വീൽ കാണാം. ഈ സ്പെയർ വീലിൻ്റെ പെയിൻറ്റ് കണ്ടില്ലേ, അത് കൗതുകമുള്ള പെയിൻ്റ് ആണല്ലേ. ഒരു റെഡിഷ് ടൂളൊക്കെ വെച്ചിട്ടുള്ള ഒരു പൗച്ച് കണ്ടോ. കൂടാതെ ഒരു സൗണ്ട് ഡാമിനിങ് ഒക്കെ കാണാം. ഒരു വാണിംഗ് ട്രയാങ്കിൾ കൂടി ഈ ഒരു വണ്ടിക്കകത്ത് കാണുന്നത്. 60/40 സ്പ്ലിറ്റുള്ള സീറ്റുകളാണ്. കൂടാതെ ചൈൽഡ് സീറ്റിൻ്റെ ടെതറുകൾ കൂടി കാണാം. ഈ സ്പോയിലറിൽ ആ ഗ്ലാസ് വാഷ് നോസിൽ വെച്ചിട്ടുണ്ടല്ലേ, മൈന്യൂട്ടായിട്ട് ടക്ക് ചെയ്തിട്ട്. ഇനി വലിയൊരു എണ്ണ കൂടി ഉണ്ട്. ഷാർക്കിനല്ല, സാധാ എണ്ണയാണ്. നിസാൻ മാഗ്നൈറ്റിന് 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. ഒന്ന് ടർബോ, ഒന്ന് നോൺ ടർബോ. ഇത് 1000 cc, അതായത് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ്, 3 സിലിണ്ടർ. അപ്പോൾ പവർ ടോർക്ക് ഫിഗറുകളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. വലിയൊരു എഞ്ചിൻ പേ ഒന്നുമല്ല, ഈ ഒരു എഞ്ചിന് ഭാഗമായിട്ട് എഞ്ചിൻ പേ എന്ന് പറയുള്ളൂ. അതായത് ശരിക്കും ടൈറ്റ് ഫിറ്റാണ് ഈ എഞ്ചിനകത്ത്. ഇനി ബോണറ്റിന് ഒരു ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കൗതുകം കൂടി പറയാനുണ്ട്. അതായത് ഈ ഒരു വാഷർ, അതായത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന വാഷറിൻ്റെ റിസർവയർ ഈ ഒരു കൗളിലാണ് കേട്ടോ. കൈഗർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതായത് ഇതേ വണ്ടിയുടെ എഞ്ചിനും അണ്ടർ പിന്നിങ്സും പേരുന്ന റെനോ കൈഗർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി കാണാൻ എന്താ പറയുക, ഒരു കൗതുകമുള്ളൊരു മോഡലായിട്ട് എനിക്ക് നിസാൻ മാഗ്നൈറ്റിനെ തോന്നി.
ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ കൈകാരൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വലിയ കിഡിൻ്റെ ഒരു ചായ എവിടെ നിന്നൊക്കെ നോക്കുമ്പോണ്ടെങ്കിൽ ഇത് ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് തന്നെ നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നതാണ്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ സ്റ്റിൽ ഞാൻ ഒന്നുകൂടി പറയണം, എന്തുകൊണ്ടാണ് വണ്ടിക്ക് ഇത്ര ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലായില്ല. ചിലപ്പോൾ ബുക്കിംഗ് കാരണമായിരിക്കും, അല്ലെങ്കിൽ വണ്ടി കിട്ടാനുള്ളതുകൊണ്ടായിരിക്കും. എന്നാലും നമുക്ക് കുറച്ച് വൈകി നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടാനായിട്ട് കിട്ടിയത് ഈ ഒരു മോഡലായത് നമ്മൾ ഗ്ലാഡാണ്. കാരണം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല മോഡലെന്ന് നമുക്ക് ഈ ഒരു മോഡലിന് പറയാനുള്ളതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. നിസാൻ മാഗ്നൈറ്റിൻ്റെ അകത്തേക്ക് കയറാണ്. ഇപ്പോൾ XLT, അതായത് ടർബോ മോഡലാണ്. അതിൻ്റെ ഡോർ പാഡിൽ ആ ഒരു ഫാബ്രിക് ഇൻസേർട്ട് ഉണ്ട്, നല്ല കാര്യം. കൂടാതെ ഒരു അലുമിനിയം ഇൻസേർട്ട് ഉണ്ട്. സ്വിച്ചുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല റീച്ചിലാണ്. അത് നമുക്ക് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്താണ്. കൂടാതെ നല്ലൊരു അലുമിനിയം ഫിഷിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ കാണാം, അല്ലെങ്കിൽ ഡോർ ലോക്കിൻ്റെ ഒരു ഹാൻഡിലൊക്കെ കാണാം. വലിയ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്പീക്കറൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിൽ ഇതിനൊരു മോശം കാര്യം പറയാം. ഈ ഒരു പെഡലുകൾ കണ്ടില്ലേ, നല്ല വെൽ എയ്ഡ് പെഡലുകളാണെന്ന് പറഞ്ഞാൽ അടികൊള്ളും. കാരണം ഇടത്തെ കാല് വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കോമ്പാക്ട് SUV-കളിൽ ആ ഒരു സംഗതി ഇല്ലാത്തൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മാഗ്നറ്റിൻ്റെ തന്നെയാണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ സ്വിച്ചിലൂടെ കാണാം, ഓഫ് ചെയ്യാനുള്ള സ്വിച്ചിലൂടെ കാണാം. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആവറേജ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഈ ഒരു മോഡലിൻ്റെ ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലെ മോഡലായിട്ടുള്ള ഈ ഒരു XLT മോഡലിൻ്റെ ഡാഷ്ബോർഡ് ഫുൾ ഓപ്ഷനേക്കാൾ കുറച്ചുകൂടി മനോഹരമാണെന്ന് എനിക്ക് തോന്നി. ഈ രണ്ട് കളറുകളും കൂടാതെ ആ AC-യുടെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സിൽവർ ഇൻസെർട്ടൊക്കെ കൂടി ചേർന്നിട്ട് ഈ ഒരു മോഡലിൻ്റെ ഡാഷ്ബോർഡിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സീറ്റ് ഫാബ്രിക് നല്ലതാണ്. അതും രണ്ട് കളറുകളുണ്ട്. ഈ കളർ രണ്ടല്ല, 2, 3, 4 കളറുകളുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പാറ്റേൺ കൊടുക്കുന്നില്ലേ. ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതും കൂടി ഒരു നല്ല കാര്യമായിട്ട് പറയാം. ഇരുന്ന് കഴിയുമ്പോൾ ആദ്യമേ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡാഷ്ബോർഡ് നമ്മുടെ ഭാഗത്തേക്ക് ചെറുതായിട്ട് ചെരിഞ്ഞിട്ടാണെന്നുള്ളതാണ്. അത് ഉപയോഗപ്രദമാണ്. ഇനി കീ ഓൺ ചെയ്യാം. കീ എന്ന് പറയുമ്പോൾ ഒരു സാധാ കീ തന്നെയാണ്. ലോക്ക് അൺലോക്ക് ബട്ടൺ മാത്രമേ ഉള്ളൂ. ഫ്ലിപ്പ് കീ ഒന്നുമല്ല, അതിൽ നിസാൻ്റെ ലോക്ക് കൂടിയുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഗ്ലൗ ബോക്സാണ്. വലിയ ഗ്ലൗ ബോക്സാണ്. വലിയ ഗ്ലൗ ബോക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോമ്പാക്ട് SUV-കളിൽ എനിക്ക് തോന്നുന്നു നെക്സോൺ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള ഗ്ലൗ ബോക്സ് നിസാൻ മാഗ്നൈറ്റിനാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇത് XLT മോഡലാണ്. ഞാൻ വീണ്ടും പറയാണ്, ഈ മോഡലിൻ്റെ AC ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണെന്നുള്ളതാണ്. ഈ AC-യുടെ കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ പറയണം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെ ഫോണിൻ്റെ ആ ഒരു കളർ, അല്ലെങ്കിൽ ആ ഫോണിൻ്റെ ഡിസൈൻ അത് മനോഹരമാണ്. കൂടാതെ ഫാൻ സ്പീഡ് കൂട്ടുമ്പോൾ ആ കാണുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം ആ ഡയലുകൾക്കുള്ളിലാണ് എന്നുള്ളത് ശരിക്കും നല്ലൊരു തോട്ടാണ്. കൂടാതെ സ്വിച്ചുകളും നല്ല സ്വിച്ചുകളാണ്. ഇനി അതിന് താഴെയായിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കാണാം. ഇനി വയർലെസ് പാഡ് ആക്സലേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് നിസാൻ മാഗ്നൈറ്റിന് വെക്കാം. കൂടാതെ എയർ പ്യൂരിഫയർ പോലുള്ള പല കാര്യങ്ങളും അവൈലബിൾ ആണെന്നുള്ളതാണ്. ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇതിന് താഴെയായിട്ട് ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ 12 വോൾട്ട് സോക്കറ്റ് കാണാം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഓടിക്കും പറയാം. ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു നോബ് എന്ന് പറയുന്നത് ഡസ്റ്റർ കണ്ടിട്ടുണ്ട്, നമ്മൾ ഡസ്റ്ററിൻ്റെ ടർബോ കണ്ടിട്ടുണ്ട്. ഇനി അലുമിനിയം ഇൻസേർട്ടൊക്കെ അതിൻ്റെ താഴെയായിട്ട് കാണാം. 2 വലിയ കപ്പ് ഹോൾഡർ ഉണ്ട്. കൂടാതെ വലിയൊരു കപ്പ് ഹോൾഡർ പിന്നിലായിട്ടും കാണാം. ആംറസ്റ്റ് ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. പക്ഷേ ഇതൊരു ബേസ് മോഡലിൻ്റെ മോഡലായതുകൊണ്ട് അതൊന്നും ഒരു പരാതിയായിട്ട് പറയുന്നില്ല. ഒരു സാധാരണ കാണുന്ന ഒരു സ്റ്റീരിയോ കൂടി കാണാം. അതായത് റേഡിയോ, ബ്ലൂടൂത്ത് കാര്യങ്ങൾ തന്നെ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഒരു ഓക്സ് പോർട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിന് താഴെ കൊടുത്ത ഹസാർഡ് ലൈറ്റിൻ്റെയും ലോക്ക് അൺലോക്കിൻ്റെയും ഈ ഒരു ഡിഫോക്കറിൻ്റെ സ്വിച്ചിൻ്റെ പൊസിഷനിങ്ങും ആ ഒരു ഡിസൈനും ആ ഒരു രൂപമൊക്കെ മനോഹരമാണെന്ന് പറയാം. സൺ വൈസറുകളിൽ ഒരു മിററുണ്ട്, തുറക്കാവുന്ന ഒരു മിററാണ്. അത് നല്ല കാര്യമാണ് ഈ ഒരു വേരിയൻ്റ് ഏതാണെന്ന് നോക്കുമ്പോൾ. കൂടാതെ സ്പ്രിംഗ് ലോഡറായിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിലൂടെ കാണാം. ലൈറ്റുകൾ കണ്ടില്ലേ, LED അല്ല, സാധാ ലൈറ്റുകളാണ്. പക്ഷേ ആ ലൈറ്റിൻ്റെ കളർ വൈറ്റ് ആണ്. ഡ്രൈവർ സൈഡിലാണെങ്കിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. വലിപ്പം തീരെ കുറഞ്ഞൊരു മിററാണ്. ആ മിററിന് ഒരു ഡിമ്മിങ് ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഫ്ലിംസി ആട്ടോ ശരിക്കും പറഞ്ഞാൽ. ഒരു സോളിഡ് ഫീലും തോന്നുന്നില്ല, എന്നാലും ഒരു സാധാ മിററിനെ പറയുള്ളൂ. ഇനി സിൽവർ ഇൻസേർട്ടുള്ള സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഈ ഒരു മീഡിയ കൺട്രോൾസ് കാണാം. കൂടാതെ മ്യൂട്ട് ചെയ്യാനും ടെലിഫോണിക് കൺട്രോൾസും ഉണ്ട്. അപ്പോൾ നിസാൻ്റെ ലോഗോ കാണാം. ഈ അലുമിനിയം ഇൻസേർട്ടൊക്കെ മനോഹരമാണ്. ഇനി ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണിത്. അപ്പോൾ അതും ഈ ഒരു വേരിയൻ്റെ കാര്യത്തിൽ നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ വൈപ്പർ കൺട്രോൾസ് ആണല്ലേ, കൂടാതെ ഹെഡ് ലാമ്പ് കൺട്രോൾസും കാണാം. ലളിതവും കാലികവുമായ ഒരു മീറ്റർ കൺട്രോൾ ഡിസൈനാണ്. ഈ മീറ്ററിൻ്റെ ആ ഒരു കണക്ഷൻ കണ്ടോ, ഈ ലൈൻ ഇങ്ങനെ പോയിട്ട് മുറിയാതെ പോയി ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു MID കണ്ടില്ലേ. ഈ MIDക്കകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് A, ട്രിപ്പ് B, കൂടാതെ ഫ്യൂവൽ യൂസ്ഡ്, ആവറേജ് എഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കാണാം. ടാക്കോമീറ്റർ ഇടതുവശത്തായിട്ടും സ്പീഡോമീറ്റർ ഡിജിറ്റലുമാണ്. ഇനി എൻജിൻ ടെമ്പറേച്ചറും ആ ഒരു ഫ്യൂവൽ മീറ്ററും കാണാം. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു പീസായിട്ട് കയറി പോകുന്നുണ്ടല്ലേ, റെഡ് ലൈൻ ചെയ്യുമ്പോൾ അത് റെഡായി മാറും. ഇനി ഈ മീറ്റർ കൺസോളിൽ ഒരു കാര്യം പറയുമ്പോൾ ഇതിന് ഗ്ലാസ് ഇല്ലാത്തൊരു ഫീലുണ്ട്. അതായത് മുകളിൽ ഗ്ലാസ് ഇല്ല എന്നുള്ളൊരു ഫീല് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു MID ശരിക്കും ഫീൽ ചെയ്യുന്നതാണ് തൊട്ടിട്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ പിൻസീറ്റിൽ അത്യാവശ്യത്തിന് സ്ഥലം ഉണ്ടെന്ന് കാണാം. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്ന ഒരു പൊസിഷൻ ഇട്ടിട്ടും നല്ല ലെഗ് റൂം ഉണ്ടെന്നുള്ളതാണ്.
കൂടാതെ അത്യാവശ്യം നല്ല ഹെഡ് റൂമുണ്ട്. ഇനി ഈ ഒരു ലെഗ് റൂം ഹെഡ് റൂം ഞാനൊന്ന് ഇരുന്ന് കാണിക്കാനല്ലേ. അത്യാവശ്യം നല്ല ഹെഡ് റൂം, അത്യാവശ്യം നല്ല ലെഗ് റൂമുണ്ട്. കൂടാതെ ഈ ഒരു ഹെഡ് റെസ്റ്റ് അത്യാവശ്യം സ്പോട്ട് ഓൺ ആണ് കേട്ടോ. പിൻ ഡോർ പാഡിലും ആ ഒരു ബോട്ടിൽ ഹോൾഡറും സ്പീക്കറും ഒക്കെ കാണാം. ആ ഒരു സിൽവർ ഇൻസേർട്ട് ഡോർ ഹാൻഡിലുണ്ട്. കൂടാതെ ഫാബ്രിക് ഇൻസേർട്ട് കൂടിയുണ്ട്. ഇനി ആ കുഞ്ഞ് ഗ്ലാസ്സിലൂടെ അകത്തേക്ക് ഒരു ഇത്തിരി വെളിച്ചം വരുന്നുണ്ടോ. കൂടാതെ സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലുണ്ട്. അതിന് മുകളിൽ കോട്ട് കൂടി കാണാം. ഈ വണ്ടിക്ക് പിന്നിൽ കൂടി ഒരു ലൈറ്റ് ഉണ്ടെന്നാണ്, ക്യാബിൻ ലൈറ്റ്. ഇനി മാഗ്നൈറ്റിൻ്റെ XL-T എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പിൻ സീറ്റിന് ആംറസ്റ്റ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യമായിട്ട് തോന്നി എനിക്ക്. അതിനുള്ളിൽ കപ്പ് ഹോൾഡർ ഉണ്ട്. കൂടാതെ ഒരു ചെറിയ സ്പേസ് കൂടി കാണാം. മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ സവിശേഷതകളാൽ സമ്പന്നമാണ് ഈ ഒരു XL മോഡൽ എന്നുള്ളത് പറയേണ്ടതുണ്ട്. XL മോഡൽ എന്ന് പറയുമ്പോൾ XL-T എന്ന് പറയുന്നത് ടർബോയെ സൂചിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ളൊരു ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ തന്നെ അകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് വണ്ടി പുറത്ത് കാണുമ്പോൾ ഒരു ഇത്തിരി ചെറുതാണെന്ന് പല ആംഗിളും തോന്നുമെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വലിയ കാറിലേക്ക് ഒരു പ്രതീതി ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് വണ്ടി റോഡിലേക്ക് എടുത്തിട്ട് ഓടിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. നിസാൻ മാഗ്നൈറ്റ് XL വേരിയൻറ്റ് ടർബോ ഓടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് പറയാം. ചെക്ക് ഹിൽ സ്റ്റാർട്ട്, ക്ലച്ച് സ്റ്റാർട്ട്, 2 വാർണിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ പറയേണ്ടത് കാര്യം, മൊത്തത്തിൽ ഒരു ക്വാളിറ്റിക്ക് ഒരു കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട് മൊത്തത്തിൽ. അത് കീ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മിററിൻ്റെ സെറ്റിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ഒരു ഇത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നി. പിന്നെ കരുത്തെടുക്കാം 2000 RPM വരെ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു ഫീൽഡ്. 2000 കഴിഞ്ഞാൽ വണ്ടി പാഞ്ഞ് കയറി പോകുന്നുണ്ട്. അപ്പോൾ 6000 RPM റെഡ് ലൈനാണ്. ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടും ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സുഹൃത്ത് തന്നാണ്, മീഡിയ പ്രീറ്റ് അല്ല എന്നുള്ളതുകൊണ്ടും റെഡ് ലൈൻ ചെയ്യാനോ പൊളിച്ച് ഓടിക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല. സ്പെക്ക് പറയുമ്പോൾ 99 PS കൂടാതെ 160 Nm ആണ്. അതായത് നോൺ ടർബോ വേരിയൻറ്റ് 71 PS ആണെങ്കിൽ ഇതിൽ 99 PS ആണ്. അപ്പോൾ 100 bhp എന്ന് വേണമെങ്കിൽ റൗണ്ടാക്കി പറയാം. ഒരു കോമ്പാക്ട് SUV, അത്യാവശ്യം പവർ ടോർക്ക് ഫിഗറുകളുള്ള ഒരു കോമ്പാക്ട് SUV ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് കൊള്ളാമെന്നുള്ളതാണ്. അതായത് സ്റ്റിയറിംഗ് ലൈറ്റാണ്. ഇപ്പോൾ സിറ്റി സ്പീഡിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് മാനുവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു സ്പീഡ് കൂടി ഓടിക്കുമ്പോഴും വലിയ കുഴപ്പം തോന്നില്ല. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയണം. കാരണം 16 ഇഞ്ച് വീലുകളിലെ ആ ഒരു റൈഡ് ഇത്തിരി സ്റ്റിഫാണെന്ന് തോന്നി. അതായത് ചെറിയ ഒരു ചാട്ടങ്ങളും ചെറിയ റിഫ്ലക്ടറുള്ള ആ ഒരു അവസ്ഥയൊക്കെ തന്നെ അകത്തേക്ക് ശരിക്കും വരുന്നുണ്ടെന്നുള്ളതാണ്. കംഫർട്ടബിളാണ്, സ്റ്റിൽ ആ ഒരു എന്താ പറയുക സ്റ്റിഫാണെന്ന് തോന്നി. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻജിൻ നോട്ടാണ്. വണ്ടി എടുക്കുമ്പോൾ മുതൽ തന്നെ അത്യാവശ്യം നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കാര്യങ്ങളായിട്ട് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കോമ്പാക്ട് SUVകളിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ആ ഒരു പ്രപ്പോസിഷനുള്ള മികച്ച ഒരു വണ്ടിയാണ് നിസാൻ മാഗ്നൈറ്റ്. അതായത് ഈ XL വേരിയൻറ്റ് പ്രത്യേകിച്ചും, അതായത് XL വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വേരിയൻറ്റിന് അത്യാവശ്യം റിലവൻസ് ഉണ്ട്. അതായത് 8 ലക്ഷം താഴെ എക്സ്ഷോറൂം പ്രൈസും 9 ലക്ഷം താഴെ ഓണോടും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഇപ്പോൾ ടർബോ പെട്രോളിൻ്റെ കാലമാണ്. ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടറുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ടർബോ 1 ലിറ്റർ. സൗണ്ട് കുറച്ച് കൂടുതലാണെന്നുള്ളത് ഒരു നെഗറ്റീവ് സൈഡാണെങ്കിൽ കൂടി കാല് കൊടുക്കുമ്പോൾ കയറി പോകുന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് പറയാം. ഇപ്പോൾ ഒരുപാട് കാല് കൊടുക്കാത്തതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ നോൺ ടർബോ വണ്ടികൾ ഇപ്പോൾ തന്നെ ആവണമെന്നില്ല, ഗൈഗറാണെങ്കിലും ഓടിച്ചിട്ട് ഇതിനകത്തേക്ക് കയറുമ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഗജാന്തരം എന്ന് തന്നെ പറയാം. ഇപ്പോൾ 71 to 99 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു നമ്പറുണ്ട്. അത് കൂടാതെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും തികച്ചും വ്യത്യാസമാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്നത് കൈഗറാണെങ്കിലും അല്ലെങ്കിൽ മാഗ്നൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടർബോ മോഡലാണ്. അതായത് ടർബോയുടെ ഒരു ഫണ്ണ് അത്യാവശ്യം നല്ല ഫണ്ണ് തന്നെ ആണെന്ന് പറയാം. കൂടാതെ 20 കിലോമീറ്റർ എന്നുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഉള്ളപ്പോൾ അത്യാവശ്യം ഇന്ധനക്ഷമതയുണ്ട്, അത്യാവശ്യം നല്ല ഫണ്ണുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് മാഗ്നൈറ്റ് കാണാൻ പറ്റുക. പിന്നെ നല്ല കാഴ്ച തരുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് വൃത്തിയായി തന്നെ റോഡ് മുഴുവൻ കണ്ടുകൊണ്ട് ഓടിക്കാം. ബ്ലൈൻഡ് സ്പോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വലിയ മിററുകളാണ്, അതും നല്ല കാഴ്ച തരുന്ന മിററുകളാണ്. പിന്നെ ഈ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ മികച്ചാണ്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. നല്ല ഫാബ്രിക് സീറ്റുകളാണ്. ഇപ്പോൾ ഹെഡ് റെസ്റ്റൊക്കെ ശരിക്കും ഉപയോഗപ്രദമായിട്ട് തോന്നി. അതായത് നല്ല ബോൾസ്റ്ററിങ്ങും നല്ല സപ്പോർട്ടുള്ള സീറ്റുകളൊക്കെ തന്നെ ആയതുകൊണ്ട് നന്നായി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുകൂടി ഈ ഒരു മാഗ്നൈറ്റിനെ പറയണം. ഇനി ടേൺ റേഡിയസിൻ്റെ കാര്യം പറയുമ്പോൾ 5 മീറ്ററാണ് ഈ ഒരു മാഗ്നൈറ്റിൻ്റെ ടേൺ റേഡിയസ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ചു പോട്ടെ. ഞാനിവിടെ നിർത്തിയിട്ടൊന്ന് കാല് കൊടുക്കുന്നുണ്ട്. കാല് കൊടുക്കാതെ എന്ത് ഡ്രൈവിംഗ് എന്നുള്ളത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ബ്രോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാല് കൊടുക്കാൻ എടുക്കുക. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. ഫസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാനൊന്ന് കാല് കൊടുക്കാം.
കാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ മിതമായ നിരക്കിലെ കാല് കൊടുക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ പുതിയ വണ്ടികൾക്ക് റണ്ണിൻ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ശരിക്കും കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും മിതമായ സ്പീഡിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ ബ്രേക്കുകളുടെ കാര്യം പറയാം, ഒരിത്തിരി സ്പോഞ്ചി ഫീൽ ആദ്യം ചവിട്ടിയപ്പോൾ തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ നല്ല ബ്രേക്കുകളാണ്. സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല സസ്പെൻഷനാണ്. ടയറുകളുടെ ആ ഒരു വലിപ്പം കൂടുതലും അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ചെറിയ ആ ഒരു റോഡിലെ കാര്യങ്ങളൊക്കെ അകത്തേക്ക് അറിയുന്നുണ്ട് എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്, കൂടിയ RPM എന്തായാലും വരും, കാരണം ചെറിയ RPM തന്നെ അത്യാവശ്യം നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബോണസ് ഇൻസുലേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ സൗണ്ട് കുറവാണ്. ഇനി എടുത്ത് പറയുന്നൊരു കാര്യം ഇതിൻ്റെ AC ആണ്. നല്ല ചില്ലിങ് ആയിട്ടുള്ള AC ആണ്, മികച്ച AC എന്ന് പറയാം. അതായത് 22.5 ഞാൻ രാവിലെ ഓടിച്ചു വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഇട്ടത് ഞാൻ മാറ്റിയിട്ട് 24ലേക്ക് മാറ്റി, കാരണം തണുപ്പ് കൂടിയിട്ട്. അത് ഒരു അതിശോക്തിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആസ്പെയർ ഓടിച്ച് വന്നൊരു അവസ്ഥ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്, അതിനകത്ത് ഞാൻ സാധാരണ നോർമലി ഇടാനുള്ള 22.5 ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 23 ഡിഗ്രി തന്നെ നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC കൂടിയ ഒരു മോഡൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ചെറിയ വേരിയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറവുകളൊന്നും തന്നെ ഈ ഒരു മാഗ്നറ്റിനകത്ത് ഇല്ല എന്നുള്ളത് എടുത്ത് പറയണം. ബോണറ്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വൈപ്പറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ തടസ്സമായി നിൽക്കുന്നില്ല, അവർ ഒതുക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല കാഴ്ച കിട്ടുന്നുണ്ട്. അപ്പോൾ ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല കോൺഫിഡൻസും ഉണ്ടെന്ന് പറയാം. പിന്നെ ഇന്ധനക്ഷമത കാര്യം ഒന്നുകൂടി പറയണം. 100 രൂപ പെട്രോളിന് 100 രൂപ പുറത്ത് വിലയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ധനക്ഷമതയ്ക്ക് നല്ലൊരു റിലവൻസ് ഉണ്ട്. അപ്പോൾ മിതമായ ഒരു ആക്സിലറേഷനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇന്ധനക്ഷമത ഉണ്ടാവും എന്നുള്ളത് എടുത്തു പറയാം. ഇപ്പോൾ അത് ഞാൻ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം. അതായത് ഇപ്പോൾ ഞാൻ ഇത്ര നേരം ഓടിച്ചപ്പോൾ 20 കിലോമീറ്റർ കമ്പനി പറയുന്ന വണ്ടിക്ക് ആവറേജ് കാണിക്കുന്നത് 21.7 അപ്പോൾ അത് പറയണ്ടേ. അപ്പോൾ നല്ല ഫ്യൂലേഷൻ്റെ ആയിട്ടൊരു വണ്ടി കൂടിയാണ് മാഗ്നറ്റ് എന്നുള്ളതാണ്. ഈ സ്റ്റിയറിംഗ് കറക്റ്റ് സെൻറ്ററിലാട്ടോ ഒരു ചെറിയൊരു ഓഫ്സെറ്റ് ഉണ്ട് ഇടതുവശത്തേക്ക്, കണ്ടോ അത് നിൽക്കുന്ന നിൽപ്പുണ്ടല്ലേ. അപ്പോൾ ഇനി ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു നോബ് എന്ന് പറയുന്നത് ഡസ്റ്റ് കണ്ട നോബാണെന്ന്. അപ്പോൾ നെക്സോണൊക്കെ പോലുള്ള വണ്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗിയർ ഷിഫ്റ്റ് എന്ന് തന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിന് പറയാം. കൃത്യതയുള്ള ഷിഫ്റ്റാണ്, അധികം ഒരു എന്താ പറയുക ആ ഒരു നോച്ചിനെസ് ഒന്നുമില്ല, കൃത്യമായി തന്നെ സ്ട്രോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മുൻസീറ്റിലും പിൻസീറ്റിലും ലെഗ് റൂം അടിപൊളിയാണെന്നുള്ളതും നല്ല തൈ സപ്പോർട്ടാണ്, നന്നായിരുന്നു യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഈ ടർബോ 1 ലിറ്റർ എഞ്ചിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും അല്ലെങ്കിൽ ഈ ഒരു പവർ ടോർക്ക് ഫിഗറുകളൊക്കെയാണ് ഇതിൻ്റെ USP എന്ന് പറയുന്നത്. കൂടാതെ കാഴ്ചയ്ക്ക് നല്ല മനോഹരമായ ഒരു വണ്ടി കൂടിയാണ് നിസാൻ മാഗ്നൈറ്റ്. ഇനി പറയേണ്ടതൊരു കാര്യമാണ്, ഇപ്പോൾ ബേസ് മോഡൽ വണ്ടികളിൽ കാണാത്ത റിയർ വൈപ്പറും D4ഒക്കെ മാഗ്നൈറ്റിനുണ്ട്. ബേസ് മോഡലല്ല, രണ്ടാമത്തെ മോഡലാണെങ്കിൽ കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതായത് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ഫീച്ചറായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് മാഗ്നറ്റിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒരുപാട് ഗുണങ്ങളുമുള്ള ഒരു നല്ല വണ്ടിയാണ് നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല തോന്നുന്നു, കാരണം ഇറങ്ങിയപ്പോൾ തന്നെ വന്നിട്ടുള്ള ബുക്കിങ്ങിൻ്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ബുക്കിങ്ങിൻ്റെ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായി വിൽക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നിസാൻ മാഗ്നൈറ്റ്. അപ്പോൾ നിങ്ങളൊരു കോമ്പാക്ട് എസ്യൂവി നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്യൂലേഷൻ്റെ ആയിട്ടുള്ള ഒരു ടർബോ പെട്രോളാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിസാൻ മാഗ്നൈറ്റ് അത്യാവശ്യം നല്ല ഓപ്ഷനാണ്. ഇത് തന്നെയാണ് ഞാൻ കൈകളിലും പറഞ്ഞത്. അപ്പോൾ സെയിം കാര്യം ഇവിടെയും പറഞ്ഞു. അപ്പോൾ അത്രയും പറഞ്ഞാൽ പതിപോലെ വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാൻ അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വീഡിയോ, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയർ നമ്മൾ എന്തിനാ അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.